ഹലോ, ഇന്നത്തെ വീഡിയോ ഞാനൊരു ഫേസ് പാക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനൊരു വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. എനിക്ക് അത്രയും ബെസ്റ്റ് റിസൾട്ടാണ് ഇതൊന്ന് കിട്ടിയത്. അതുകൊണ്ടാണ് നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം. ഏറ്റവും ബെസ്റ്റ് റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ നിങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും. എനിക്ക് ഉറപ്പുണ്ട്. 100% ഞാൻ ഗ്യാരണ്ടി തരാം. അത്രയും ബെസ്റ്റ് റിസൾട്ടായിരിക്കും കിട്ടുന്നത്. പിന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി എടുക്കുന്നത് കൊണ്ട് വലിയ കെമിക്കൽസ് ഒന്നും അടങ്ങിയതൊന്നും അല്ലല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിനകത്ത് വിശ്വസിക്കുകയും ചെയ്യാം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് റിസൾട്ടായിരിക്കും. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കണം. എന്തായാലും നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഈ ഒരു ഓയിലാണ്. ഇതിൻ്റെ പേര് നാൽപ്പാമരാതി എന്ന് പറയുന്ന ഒരു ഓയിലാണ്. ഇത് ആയുർവേദ മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. അല്ലാതെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ ഇത് എണ്ണ തന്നെ തരും കേട്ടോ. പിന്നെ മഞ്ഞളാണ്, കസ്തൂരി മഞ്ഞളാണ്. പിന്നെ ഇത് കടലമാവാണ്. ഞാൻ എല്ലാം ബോട്ടിലാക്കി അടച്ച് വെച്ചിരിക്കുക. ഇത് ഓട്സാണ്. ഓട്സ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് വെച്ചേക്കുവാണ്. പിന്നെ ആവശ്യത്തിന് പാലെടുക്കണം. നമുക്ക് എത്രയാണ് വേണ്ട അത്ര പാലെടുക്കണം. പാലില്ലെങ്കിൽ വെള്ളം ഒഴിച്ചാലും മതി. അതുമില്ല, വെള്ളം വീട്ടിൽ കാണുമല്ലോ. റോസാട്ടർ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും, റോസാട്ടും പാലും ഇല്ലെങ്കിൽ വെള്ളമായിരിക്കും നല്ലത്. വെള്ളം ഒഴിച്ചാലും മതി. എന്നിട്ട് നന്നായിട്ട് മുഖം തണുത്ത വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഈ ഒരു ഓയിൽ മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇതുപോലെ മുഖം മുഴുവൻ തേച്ച് പിടിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫേസ് നന്നായിട്ട് മസാജ് ചെയ്യുന്നത് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല റിസൾട്ട് കിട്ടും ഫേസിൽ. എന്നും ഇതുപോലെ ഈ ഒരു ഓയിലിട്ട് എല്ലാ ദിവസവും അപ്ലൈ ചെയ്ത് ഈ ഒരു മസാജ് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ എല്ലാ ദിവസവും രാത്രി അല്ലെങ്കിൽ രാവിലെ ഇതുപോലെ ഈ ഓയിലിട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ. ഇനി ആ പാക്ക് ഉണ്ടാക്കാം. നമുക്ക് ആ ഓയിൽ മുഖത്ത് ഇങ്ങനെ കിടക്കണം കുറച്ച് നേരം. ആ സമയത്ത് നമുക്ക് പാക്ക് ഉണ്ടാക്കാം. അതിൽ പാലിൽ കുറച്ച് മഞ്ഞൾ, പിന്നെ കുറച്ച് ഇതുപോലെ കുറച്ച് കൂടി പോയി കേട്ടോ, കുറച്ച് മാവ്, കടലമാവ്, പിന്നെ നമുക്ക് ഓട്സിൻ്റെ പൊടി, അതേപോലെ ഒരേ അളവിനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഓട്സിൻ്റെ പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണേ. നല്ല പേസ്റ്റ് പോലെയാണ്. നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇതങ്ങ് അപ്ലൈ ചെയ്താൽ മതി. നമ്മളൊരു 10-15 മിനിറ്റ് മുഖത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോഴേക്കും ഉണങ്ങി വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കുറേ നേരം ഇങ്ങനെ ഇളക്കി ആ തരികളൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് ഇത്ര സമയം ഇളക്കുന്നത്. നന്നായിട്ട് പൊടിയെല്ലാം മാറി അത് നല്ല പേസ്റ്റ് രൂപത്തിലായിട്ട് വരണം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഓയിലിൻ്റെ മുകളിൽ കൂടി തന്നെ നമുക്ക് ഈ ഒരു പാക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം ഓയിലായിട്ട് നമ്മൾ ഇരുന്നല്ലോ, അപ്പോൾ അത് ഫേസിൽ പിടിച്ച് കാണും. അപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ കൂടെ തന്നെ നമുക്ക് ഈ ഒരു പാക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇനി ഓയിൽ ഇങ്ങനെ ഇടാൻ താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് ഈ പാക്കിൻ്റെ കൂടെ ഓയിൽ കുറച്ച് ഒഴിച്ചിട്ടെടുക്കാമേ. അപ്പോൾ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം. ഇനി ഞാൻ ഇത് വാഷ് ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാമേ. ഇതുപോലെ ഒരുപാട് ടിപ്സ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. മുടി വളരാനും കണ്ടോ, എൻ്റെ പിരുകം കണ്ടോ, ഇത്രയും പിരുകമൊന്നും എനിക്കില്ല. ഇത് എന്ത് തന്നെ ഞാൻ ഒപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിനൊക്കെ ഉള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കണേ.